നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ടിബറ്റിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂചലനത്തിൽ 53 മരണം, റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ അപകടത്തിൽ 62 പേർക്കാണ് പരിക്കേറ്റത്. ടിബറ്റിലെ പുണ്യനഗരങ്ങളിലൊന്നായ ചൈനയിലെ സിസാങ്ങിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് ചൈന ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്ന ഭീതിയിലാണ് നേപ്പാൾ. ഭൂട്ടാൻ, ഇന്ത്യ എന്നിവരുൾപ്പെടെ അയൽ രാജ്യങ്ങളിൽ പ്രകമ്പനങ്ങളും അനുഭവപ്പെട്ടു. റീജിയണൽ ഡിസാസ്റ്റർ റിലീഫ് ഹെഡ്ക്വാർട്ടേഴ്സ് പ്രകാരം ചൊവ്വാഴ്ച ബീജിംഗ് സമയം രാവിലെ 9:05 ചൈനയിലെ ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ സിഗാസയിലെ ഡിഗ്രി കൗണ്ടിയിൽ ഭൂചലനമുണ്ടായത്. അതേസമയം നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഇതുവരെ പക്ഷേ ഇന്ത്യയിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളെടുത്ത കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒടുവിൽ രാജിവെച്ചു. ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനവും ട്രൂഡോ രാജിവെച്ചിട്ടുണ്ട്. പാർട്ടിയിലെ വലിയൊരു വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോ രാജിവെച്ചത്. ഇന്ത്യക്കെതിരായി ഖലിസ്ഥാൻ ഭീകരവാദികൾക്കൊപ്പം ചേർന്ന് നീങ്ങിയ ട്രൂഡോ ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിൽ ഇന്ത്യക്കും US-നും ഒരുപോലെ കണ്ണിലെക്കരടായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രി കസേരയിൽ തുടരുകയാണ്. ബുധനാഴ്ച ലിബറൽ പാർട്ടി നേതാക്കളുടെ യോഗം ചേരാനിരിക്കുകയാണ് രാജ്യപ്രഖ്യാപനം. ഈ വർഷം കാനഡയിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കും. കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ കാനഡയെ അമേരിക്കയിൽ ലയിപ്പിച്ച് രക്ഷിക്കാമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാഗ്ദാനം. US-ന്റെ 51ാം സംസ്ഥാനമായി കാനഡയെ പ്രഖ്യാപിക്കാമെന്നാണ് ട്രംപിൻ്റെ വാഗ്ദാനം. വീണ്ടും US പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് കാനഡയെ US-ന്റെ ഭാഗമായി ഏറ്റെടുക്കാമെന്ന് ട്രംപ് ട്രൂഡോയോട് പറഞ്ഞത്. പലപ്പോഴും ഇത് സമൂഹ മാധ്യമങ്ങളിൽ ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ട്രംപും ട്രൂഡോയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല തുടരുന്നത്. തരം കിട്ടുമ്പോഴൊക്കെ ട്രംപ് ട്രൂഡോയുടെ ചെയ്തികളെ പരിഹസിച്ചിരുന്നു. UK ഗവൺമെന്റിനെതിരായ എലോൺ മസ്കിന്റെ സൈബർ ആക്രമണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ അപലപിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ചുള്ള മസ്കിന്റെ എക്സിലെ നുണകളും തെറ്റായ വിവരങ്ങളും UK-യിലെ തീവ്ര വലതുപക്ഷ വിഭാഗത്തെ വഴിതെറ്റിക്കുകയാണെന്നും സ്റ്റാർമർ കുറ്റപ്പെടുത്തി. അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതി വിരുദ്ധ റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും നടപ്പാക്കാൻ കഴിയാതെ വന്ന വലതുപക്ഷം ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് ദേശീയ അന്വേഷണത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഇരകളെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ പ്രതിപക്ഷത്തിന്റെ താല്പര്യം വേറെയാണെന്നും സ്റ്റാർമർ ആരോപിച്ചു. സുരക്ഷാ മന്ത്രി ജസ് ഫിലിപ്പ് ഉൾപ്പെടെയുള്ള MPമാർക്കെതിരായ ഭീഷണികളുമായി എക്സിൽ മസ്കിന്റെ ചർച്ചകൾ പരിധി കടന്നതായും സ്റ്റാർമർ പറഞ്ഞു. മസ്ക് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനാധിപത്യ പ്രക്രിയകളിൽ അനാവശ്യമായി ഇടപെടുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അടുത്തിടെ ആരോപിച്ചിരുന്നു. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ കുട്ടികൾക്കൊപ്പം ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ രാജ്യത്ത് കടുത്ത ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ MPമാരോട് മുന്നറിയിപ്പ് നൽകി. പീഡോഫൈൽ സംഘങ്ങളെക്കുറിച്ചുള്ള പുതിയ അന്വേഷണം വേണമെന്ന എലോൺ മസ്കിന്റെ ആവശ്യം കെയർ സ്റ്റാർമർ നിരസിച്ചിരുന്നു. പ്രൊഫസർ അലക്സിസ് ജെയുടെ ബാലലൈംഗിക പീഡന അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന ആവശ്യങ്ങൾ നടപ്പാക്കുമെന്നും ആഭ്യന്തര സെക്രട്ടറി ഉറപ്പു നൽകി. ഇംഗ്ലണ്ടിൽ ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ നിർബന്ധിത റിപ്പോർട്ടിംഗ് വ്യവസ്ഥ ഉൾപ്പെടുത്തും. ബില്ലുടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും കൂപ്പർ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് സസെക്സ് NHS ട്രസ്റ്റിൽ 2015-നും 2021-നും ഇടയിൽ നടന്ന മരണങ്ങളും പരിക്കുകളും സംബന്ധിച്ച ആരോപണത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം സംഭവിച്ച ഒഴിവാക്കാമായിരുന്ന മരണങ്ങളും പരിക്കുകളും ഇതിൽ ഏറെയുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച പരാതികളും തെളിവുകളും സൂചിപ്പിക്കുന്നത്. 2023 സസെക്സ് പോലീസ് 105 കേസുകൾ പരിശോധിച്ചു തുടങ്ങി. എന്നാൽ BBC നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ദുരൂഹ മരണങ്ങൾ മാത്രം 200-ലധികമാണ്. അന്വേഷണം തുടരുകയാണെന്ന് സസെക്സ് പോലീസ് പറഞ്ഞു. ട്രസ്റ്റിൻ്റെ ന്യൂറോ സർജറി, ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കുറഞ്ഞത് 40 മരണങ്ങളെപ്പറ്റിയുള്ള ആശങ്ക ഉൾപ്പെടെ 2 വിസിൽ ബ്ലോവർമാർ മെഡിക്കൽ അശ്രദ്ധയെക്കുറിച്ചുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഇടപെട്ടത്. അമേരിക്കയുടെ 47ാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ചു. US കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിലാണ് ട്രംപിൻ്റെ വിജയം അംഗീകരിച്ചത്. വൈസ് പ്രസിഡന്റും എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന കമലാ ഹാരിസാണ് ട്രംപിനെ വിജയിയായി പ്രഖ്യാപിച്ചത്. സമാധാനപരമായ അധികാര കൈമാറ്റത്തിനുള്ള നടപടികൾ തുടങ്ങിയതായി കമലാ ഹാരിസ് അറിയിച്ചു. ജനുവരി 20-ന് സത്യപ്രതിജ്ഞ നടക്കും. കഴിഞ്ഞ നവംബർ 5-നായിരുന്നു തെരഞ്ഞെടുപ്പ്. ചൈനയിൽ പടരുന്ന HMPV വൈറസ് ബാധയിൽ ഇന്ത്യ തൽക്കാലം ഭയപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്ര ആരോഗ്യ വിദഗ്ധർ. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതിയെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ഡയറക്ടർ ഓഫ് ജനറൽ ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ അതുൽ ഗോയൽ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. HMPVക്ക് ആൻറ്റിവൈറൽ ചികിത്സ നിലവിൽ ലഭ്യമല്ല. അതിനാൽ തന്നെ മുൻകരുതലാണ് പ്രധാനമെന്നും ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യത്ത് HMPV കേസുകളുടെ എണ്ണം വീണ്ടും ഉയർന്നതായ റിപ്പോർട്ട്. ഇതുവരെ ഇന്ത്യയിൽ 6 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ബംഗളൂരുവിൽ 2, ചെന്നൈയിൽ 2, അഹമ്മദാബാദിലും കൊൽക്കത്തയിലും 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കൊൽക്കത്തയിൽ പക്ഷേ 5 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ നവംബറിലാണ്.
മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷി അൽ അലിമി അംഗീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി യമൻ എംബസി. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് റിപ്പബ്ലിക് ഓഫ് യമന്റെ ഇന്ത്യയിലെ എംബസി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. നിമിഷപ്രിയയുടെ കേസ് നടന്നത് ഹൂതി മേഖലയിലുള്ള സ്ഥലത്താണ്. കേസ് കൈകാര്യം ചെയ്തതും ഹൂതികൾ തന്നെയാണ്. അതേസമയം യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായ ഡോക്ടർ റാഷിദ് വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും യമൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2017 യമൻ പൗരനായ തലാൽ അബ്ദു മെഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിച്ചത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 107.40 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.67 രൂപ. ഒരു യൂറോ 89.04 രൂപ. ഒരു പൗണ്ട് 1.25 US ഡോളർ. ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.